ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ പനീറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാണിത്. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ, ചപ്പാത്തിയുടെ, നാനിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 400 ഗ്രാം പനീറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ പനീർ ഞാനൊന്ന് തവയിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഇത് പനീർ പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് കറിയിലിടുന്ന സമയത്ത് ഇതുപോലെ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോളയാണ്. അപ്പോൾ ഇതൊന്ന് വലുതായി തന്നെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക, കാരണം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തക്കാളി, അതും ഇതുപോലെ തന്നെ വലുതായി കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരണം കേട്ടോ. അപ്പോഴേ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കൂലേ, അതേ ഒരു റെസിപ്പിയിലാണ് ഞാൻ ഈ ബട്ടർ പനീറും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ, അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാഷ്യൂ നട്ടും എല്ലാം നന്നായി ഒന്ന് വേവട്ടെ. അതിന് ശേഷം മാത്രം ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടണയട്ടെ. അതിന് ശേഷം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം കളയരുത് കേട്ടോ, ഇതും നമുക്ക് ആവശ്യമുണ്ട്. ഇതിലേക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി തക്കാളിയൊക്കെ നന്നായി വേവുമ്പോഴേ ഇതുപോലെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി വെന്തിട്ടില്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്തും ഒരു ചമർപ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായി കുക്ക് ചെയ്തെടുത്ത ശേഷം തന്നെ അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്, അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാലയുടെ പൊടി നമ്മൾ ആദ്യം ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്മെല്ലൊക്കെ പോകുമ്പം അത് നമുക്ക് ഈ കഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഈ ലാസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച പനീറാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിയൊക്കെ നന്നായി തിളച്ച് വന്ന ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ പനീർ ചേർത്തത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പനീറിലേക്ക് ഇതിൻ്റെ കറിയുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതേസമയം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണിത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഈ കസൂരി മേത്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ബട്ടർ പനീറും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, പനീർ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കസൂരി മേത്തി ചേർക്കുകയാണെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. പിന്നെ നമുക്ക് കസൂരി മേത്തി എന്ന് പറയുന്നത് ഈ ഉലുവയുടെ ഇലയാണ് കേട്ടോ. ഇത് ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് കസൂരി മേത്തി കിട്ടുന്നില്ലെങ്കിൽ ഉലുവ കുറച്ച് മുളപ്പിച്ച ശേഷം അതിൻ്റെ ഇല ഒന്ന് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചാൽ മതി. നല്ല തിക്കായിട്ടുള്ള കറി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്യാപ്സിക്കം സവോളയും ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചേർക്കാതെ ഉണ്ടാക്കിയ കറിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിത് കുറച്ച് കസൂരി മേത്തി മാത്രം കുറച്ച് അതിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാപ്സിക്കം ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത ശേഷം ഇതിൽ ചേർത്ത് കൊടുത്ത കറിയാണിത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിച്ച് ലുക്ക് ഉള്ളത് ഇതിനാണ്. അതുമാത്രമല്ല കുറച്ചുകൂടെ ടേസ്റ്റിയുമാണ്. കാരണം നമുക്ക് ഇടയ്ക്ക് ക്യാപ്സിക്കം ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ആയാലും സവോള ആയാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം ഒന്നും വെച്ച് ഫ്രൈ ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തീയിലിട്ട് കുറച്ച് നേരം വെച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.